ഓർത്തോപീഡിക്സ് ആൻഡ് റുമറ്റോളജി ഇത് രണ്ടും ബോൺസ്, മസിൽസ്, ജോയിൻസ് ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ ശരിക്കും എന്താണ് ഇതിൻ്റെ ഡിഫറൻസ്? അതിനെപ്പറ്റി സംസാരിക്കാനായിട്ടാണ് നമ്മുടെ കൂടെ വി ഹാവ് ഡോക്ടർ അലക്സ്, സീനിയർ കൺസൾട്ടൻറ്റ് ഓർത്തോപീഡിക്സ്, ആൻഡ് ഡോക്ടർ ദീപ്തി ജോയ്, റുമറ്റോളജിസ്റ്റ്. സർ, മാഡം, എന്താണ് ഓർത്തോപീഡിക്സ് ആൻഡ് റുമറ്റോളജി? ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്താണ്? ഇപ്പം ഓർത്തോപീഡിക്സ് ആൻഡ് റുമറ്റോളജി പണ്ട് നോക്കിക്കഴിഞ്ഞാൽ റുമറ്റോളജി എന്ന് പറഞ്ഞ ഒരു ബ്രാഞ്ച് തന്നെ പ്രത്യേകിച്ച് ഇല്ലായിരുന്നു. അതൊരു ഇവോൾവിങ് സ്റ്റേജിലായിരുന്നു. പക്ഷേ ഇപ്പം റുമറ്റോളജി എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ബ്രാഞ്ച് തന്നെ ഉണ്ടായി. അതിൻ്റെ സ്പെഷ്യലിസ്റ്റായിട്ട് ഇപ്പം നമുക്ക് അതിൻ്റേതായിട്ടുള്ള സർവീസസ് ലഭ്യമാണ്. ഓർത്തോപെഡിക്സ് എന്ന് പറയുമ്പം ഇത് കൂടുതൽ മെക്കാനിക്കൽ ഇഷ്യൂസ് ഓഫ് ദ ജോയിൻറ്റ്സ്, സ്കെലിറ്റൽ സിസ്റ്റം എന്ന് പറയുമ്പം മസിൽസും ബോൺസിൻ്റെയും ജോയിൻറ്റ്സിൻ്റെയും ഉണ്ടാകുന്ന മെക്കാനിക്കൽ ഇഷ്യൂസ് ആണ് ഓർത്തോപെഡിക്സ് ഡീൽ ചെയ്യുന്നത്. അതിൽ നിന്നാണ് റുമറ്റോളജിസ്റ്റ് ഡീൽ ചെയ്യുന്നത് ഓട്ടോ ഇമ്മ്യൂൺ ആൻഡ് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ്. അതായത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നതായിട്ടുള്ള ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുമ്പം നമ്മുടെ ശരീരത്തിന് എതിരായിട്ട് തന്നെ ഉണ്ടാകുന്ന ആൻറ്റിബോഡീസ് കാരണം ഉണ്ടാകുന്ന ടിഷ്യൂസിന് വരുന്ന ഡാമേജസ്, ജോയിൻസിന് വരുന്ന ഡാമേജസ് റുമറ്റോളജിസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്നു. ഇപ്പോൾ റുമറ്റോളജിസ്റ്റ് വി ഹാവ് ഡോക്ടർ ദീപ്തി ആസ് എ റുമറ്റോളജിസ്റ്റ്. ഷീ ക്യാൻ ആഡ് ടു ദിസ് തോട്ട്. സർ പറഞ്ഞ പോലെ തന്നെ റുമറ്റോളജി ഈസ് ബേസിക്കലി ബ്രാഞ്ച് ഓഫ് മെഡിസിൻ. സോ ഇറ്റ് ഈസ് നോട്ട് എ സർജിക്കൽ സ്പെഷ്യാലിറ്റി. അപ്പോൾ ഇവിടെ നമ്മൾ ഡീൽ ചെയ്യുന്നത് മെഡിക്കൽ ഡിസീസസ്, ബേസിക്കലി ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ തകരാറ് കൊണ്ട് ഉണ്ടാകുന്ന ജോയിൻറ്റ് ഡിസോർഡേഴ്സ്. അതിനകത്ത് മെനി ടൈപ്സ് ഓഫ് ആർത്രൈറ്റിസ് ആർ ദെയർ. വൺ കീ പാർട്ട് അബൌട്ട് ദിസ് ഇസ് ആർത്രൈറ്റിസ് ഇല്ലാതും autoimmune diseases ഉണ്ടാവാം. ആർത്രൈറ്റിസ് ഇസ് എ വെരി കോമൺ ഫീച്ചർ വിത്ത് മോസ്റ്റ് ഓഫ് ദി ഓട്ടോമ്യൂൺ ഡിസീസസ്. പക്ഷേ ആർത്രൈറ്റിസ് ഇല്ലാതും ഓട്ടോമ്യൂൺ ഡിസീസസ് ഉണ്ടാവാം. അപ്പം ഒരു റുമറ്റോളജിസ്റ്റ് ഡീൽസ് വിത്ത് എനി കണ്ടീഷൻ വിച്ച് ഇൻവോൾവ്സ് ദി ഓട്ടോമ്യൂൺ സിസ്റ്റം. അപ്പോൾ അതിനകത്ത് ആർത്രൈറ്റിസും ഉണ്ടാവാം, ആർത്രൈറ്റിസ് ഇല്ലാത്ത അസുഖങ്ങളും ഉണ്ടാകാം. ആൻഡ് ഈ അസുഖങ്ങൾ മോസ്റ്റ്ലി മൾട്ടി സിസ്റ്റം ഡിസോർഡേഴ്സ് ആയിരിക്കും. ഇൻ ദ സെൻസ് ജോയിൻറ്റ് മാത്രമല്ല അതർ ഓർഗൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കാണും. അത് ആക്ച്വലി പേഷ്യൻറ്റ് ചിലപ്പോൾ അറിയത്തില്ല. പേഷ്യൻ്റ് നമ്മളെ അടുത്ത് വരുമ്പോൾ വർക്കപ്പ് ചെയ്യുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. ബിക്കോസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിയുമ്പോൾ അറിയുന്നത് ഓക്കെ ദ ലങ്സ് ആർ ഇൻവോൾവ്, ഐസ് ആർ ഇൻവോൾവ്, മസിൽസ് ആർ ഇൻവോൾവ്, അല്ലെങ്കിൽ ബ്ലഡ് ഇസ് ഇൻവോൾവ്, ബ്ലഡിൽ ഹിമോഗ്ലോബിൻ പോകുന്നു, അല്ലെങ്കിൽ കിഡ്നി ഗെറ്റ്സ് ഇൻവോൾവ്. അപ്പോൾ അങ്ങനെ ഒരു മൾട്ടി സിസ്റ്റം ഇൻവോൾവ്മെൻ്റ് ആണ്. ജോയിൻറ്റ് പെയിൻ ആയിരിക്കും പ്രസൻറ്റേഷൻ. അപ്പം അതാണ് ഒരു കീ ഡിഫറൻസ്. അപ്പോൾ ഇത് ബേസിക്കലി ഒരു ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രോബ്ലം കാരണം വേരിയസ് ഓർഗൻസ്. പിന്നെ അത് കൂടാതെ സോഫ്റ്റ് ടിഷ്യൂ റുമാറ്റിസം, അങ്ങനത്തെ ഫൈബ്രോമയാൽജിയ, അങ്ങനത്തെ കണ്ടീഷൻസും റുമറ്റോളജിയും നോക്കും. പിന്നെ അത് ഇമ്മ്യൂൺ സിസ്റ്റം, ഇമ്മ്യൂൺ ഡെഫിഷ്യൻസീസ്, അതെല്ലാം റുമറ്റോളജിസ്റ്റിൻ്റെ ഇതിൽ വരും. അപ്പം നോട്ട് ഓൺലി ജോയിൻറ്റ്സ്, ഇറ്റ് ക്യാൻ ബി വിത്തൗട്ട് ജോയിൻറ്റ്സ് ഓൾസോ ഇൻവോൾവ്ഡ്. അപ്പോൾ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി സിമ്പിൾ ടേംസിൽ എങ്ങനെയാണ് പറയുന്നത്? അപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു ബോഡിയിൽ ഒരു സെൽഫ് ഡിഫെൻസ് മെക്കാനിസം അല്ലെങ്കിൽ സെൽഫ് ഡിഫെൻസ് സിസ്റ്റം ഉണ്ട്. അതായത് ഒരു പ്രതിരോധ ശക്തി എന്ന് പറയുന്നത്. അത് നോർമലി നമ്മളെയും നമ്മളുടെ ഔട്ട്സൈഡർ, ദാറ്റ് ഇസ് സെൽഫ് ആൻഡ് നോൺ സെൽഫിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു സിസ്റ്റമാണ്. ദാറ്റ് മീൻസ് എൻ്റെ ബോഡി എൻ്റെ എതിരെ പ്രവർത്തിക്കാൻ പാടില്ല. ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് ഇസ് എ കണ്ടീഷൻ ഈ അകത്തുള്ള ബാലൻസ് തെറ്റി കഴിയുമ്പോഴത്തേക്കിന് നമ്മളെ ബോഡി സിസ്റ്റം നമ്മളായിട്ട് മീൻസ് ഐഡൻറ്റിഫൈ ചെയ്യാതെ നമ്മളുടെ എതിരെ അറ്റാക്ക് ചെയ്യും. അതിനകത്ത് ജോയിൻറ്റ് ഒരു ഓർഗനാണ് കോമൺലി ഗെറ്റിംഗ് എഫക്റ്റഡ്. അതുകൂടാതെ മസിൽസ് ആകാം, കിഡ്നി ആകാം, കണ്ണാകാം, അല്ലെങ്കിൽ സ്പൈൻ ആകാം, അല്ലെങ്കിൽ ലങ്സ് ആകാം, എനി ഓർഗൻ, ബ്ലഡ് ആകാം. അങ്ങനെ ഓക്കെ. അത് ഓട്ടോഇമ്മ്യൂൺ പറഞ്ഞാൽ സെൽഫ് ഗോൾ. നമ്മുടെ ടീമിൽ തന്നെ നമ്മൾ ഗോൾ അടിച്ച് മറ്റവർക്ക് കൊടുക്കുന്നത്. സോ ബോഡി ഈസ് ഡൂയിങ് ദാറ്റ് സെൽഫ് ഗോൾ. അതാണ് ഒരു കോമൺ അണ്ടർസ്റ്റാൻഡിങ്. പിന്നെ ഉള്ളത് ആർത്രൈറ്റിസ്. അപ്പോൾ സർ, എന്താണ് ആർത്രൈറ്റിസ്? അതിൻ്റെ വേരിയസ് ടൈപ്സ് എന്താണ്? പിന്നെ കോമൺ ആയിട്ട് വരുന്നതാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആൻഡ് ഡിഫറൻസ് ഉണ്ട്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ ഡിഫറൻസ് എന്താണ്? ഓക്കെ, ഇപ്പം ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോൾ ഒരു ബ്രോഡ് ടേം ആണ്. ജോയിൻസിനെ ബാധിക്കുന്നതായിട്ടുള്ള ഏത് അസുഖത്തിനും ആർത്രൈറ്റിസ് എന്ന പേര് വിളിക്കപ്പെടുന്നു. ഈ ആർത്രൈറ്റിസ് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല തരത്തിലുണ്ട്. അത് വന്ന് ചിലപ്പം ഇൻഫെക്ഷൻ കാരണം ഒരു ജോയിൻറ്റിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ സെപ്റ്റിക് ആർത്രൈറ്റിസ് എന്ന് പറയും. ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ്, അവിടാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ പ്രോസസ്സ് വരുന്നത്. അപ്പം ജോയിൻറ്റിന് ഉള്ളിൽ ഉള്ള കാർട്ടിലേജിനെ
അല്ലെങ്കിൽ ലിഗമെൻറ്റ്സിനെ എല്ലാം നശിപ്പിക്കുന്നതായിട്ടുള്ള ഒരു ഇൻഫ്ലമേറ്ററി പ്രോസസ്സ് ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷൻ കാരണം ജോയിൻറ്റിനെ ബാധിക്കുമ്പോഴാണ് അതൊരു ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കീഴിലാണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന അസുഖം, ആങ്കലോസിങ് സ്പോണ്ടിലൈറ്റിസ് എന്ന് പറയുന്ന അസുഖങ്ങൾ. അപ്പം അതിൽ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. റീറ്റർ സിൻഡ്രോം, ഇതൊക്കെ ഒരു സിൻഡ്രോം കോംപ്ലക്സസ് എന്ന് പറയും. പല അസുഖങ്ങളും ചേർന്ന് വരുമ്പോൾ ജോയിൻറ്റിനെയും ബാധിക്കുമ്പോൾ അതൊരു സിൻഡ്രോം എന്ന് പറയുന്നു. പിന്നെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുമ്പം മുട്ടിന് തേയ്മാനം വരുന്നത്, അത് പ്രായം ആവുമ്പോൾ മുട്ടിന് വരുമ്പം പ്രൈമറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയും. പിന്നെ ഈ ജോയിൻറ്റിന് ഏതെങ്കിലും രീതിയിൽ ഇഞ്ചറി വന്നു കഴിഞ്ഞാൽ പിന്നീട് പ്രായമാവുമ്പോൾ ആ ജോയിൻറ്റിന് പെട്ടെന്ന് തേയ്മാനം വരുമ്പോൾ അതിന് സെക്കൻഡറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയും. പിന്നെ ക്രിസ്റ്റൽ ആർത്രോപ്പത്തി എന്ന് പറഞ്ഞ് വേറെ ഒരു കാറ്റഗറി ഉണ്ട്. അത് നമ്മുടെ ശരീരത്തിൽ ചില അംശങ്ങൾ ലൈക്ക് യൂറിക് ആസിഡ് ഇതൊക്കെ കൂടുമ്പോൾ അത് ജോയിൻറ്റിനെ ബാധിച്ചിട്ട് ക്രിസ്റ്റൽ ആർത്രോപ്പത്തി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. അപ്പം ഇതാണ് പല തരത്തിലുള്ള ആർത്രൈറ്റിസ് ഉള്ളത്. ഇതെല്ലാം ഒറ്റ പേരിൽ നമ്മൾ ആർത്രൈറ്റിസ് എന്ന് വിളിക്കുന്നു. സർ, പിന്നെ വരുന്നത് ഈ ജോയിൻറ്റ് പെയിൻ കൂടുതലും ഏജിങ് കാരണമാണോ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കാരണം യങ്ങർ പീപ്പിളിനും കൂടുതൽ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അപ്പം ഇതിൽ വരുന്ന സിംറ്റംസ്, സൈൻസ് ഒക്കെ എന്താണ്, നമ്മൾ എത്ര പെട്ടെന്നാണ് സാറിന് അല്ലെങ്കിൽ മാഡത്തിനെ കൺസൾട്ട് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളത്? ഓക്കെ, ഏജ് എന്ന് പറയുമ്പം ഏജ് റിലേറ്റഡ് ജോയിൻറ്റ് ചേഞ്ചസ് എന്നാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏജ് ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, അതായത് തേയ്മാനത്തിനാണ് ഏജ് ഒരു ക്രൈറ്റീരിയ. പക്ഷേ വേറെ തരത്തിലുള്ള ആർത്രൈറ്റിസ്, ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്നത് മിഡിൽ ഏജ് ഗ്രൂപ്പിലാണ്. അപ്പോൾ അത് ശരീരത്തിൻ്റെ ഇൻഫ്ലമേഷൻ കാരണം, അല്ലാതെ ജോയിൻറ്റ് ഏജിങ്, അതായത് ജോയിൻറ്റിന് പ്രായം കൂടി തേയ്മാനം വന്നതുകൊണ്ട് വരുന്ന ആർത്രൈറ്റിസ് അല്ല ഈ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് എന്ന് പറയുമ്പം ശരീരത്തിൽ മൊത്തത്തിൽ ഒരു ഓട്ടോ ഇമ്മ്യൂൺ, മാഡം പറഞ്ഞതുപോലെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ടാകുന്നത് കൊണ്ട് ജോയിൻറ്റിനെ ബാധിക്കുന്നു. അത് ഏത് പ്രായത്തിൽ വേണമെങ്കിലും വരും. ചിലർക്ക് ലേറ്റ് ഓൺസെറ്റും ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് വരാം. പക്ഷേ വളരെ കോമൺ ആയിട്ട് നമ്മൾ മിഡിൽ ഏജിലാണ് വളരെ ഇത് കോമൺ ആയിട്ട് കാണുന്നത്. കുട്ടികൾക്കും ഇതുപോലെ ആർത്രൈറ്റിസ് വരാം. ഒരു ഇൻഫെക്ഷൻ കാരണം റുമാറ്റിക് ഹാർട്ട് ഡിസീസിൻ്റെ ഒപ്പം തന്നെ ജോയിൻസിനെയും ബാധിക്കാം. അപ്പം ഇൻഫെക്ഷൻ കാരണവും വരാം, നമുക്ക് ശരീരത്തുണ്ടാകുന്നതായിട്ടുള്ള ഇൻഫ്ലമേഷൻ കാരണവും വരാം. പിന്നെ പ്രായമാവുന്നവർക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന അസുഖം കൂടെ വരാം. അപ്പം ഏജ് ആ രീതിയിലാണ് ബാധിക്കുന്നത്, പ്രായമുള്ളവർക്ക് വരുന്നത്. അപ്പോൾ ഏജ് എന്ന് പറയുമ്പോൾ, ഏജിങ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഞാൻ പ്രൈമറി ഓസ്റ്റിയോ ആർത്രൈറ്റിസിനെയാണ് ഏജിങ് കാരണം വരുന്നതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം വേറെ ഒരു ചോദ്യം ചോദിച്ചത്, ഇത് എത്ര പെട്ടെന്ന് നമ്മൾ ഒരു ഡോക്ടറിനെ സമീപിക്കണം? തീർച്ചയായിട്ടും പെർസിസ്റ്റൻ്റ് പെയിൻ, ഇപ്പം ഒരു ജോയിൻറ്റിന് സ്വെല്ലിംഗ് വരുന്നു, അല്ലെങ്കിൽ ജോയിൻറ്റ് പെയിൻസ് മാത്രം വരുന്നു, അല്ലെങ്കിൽ ഒരു ജോയിൻസിനോ അല്ലെ പല ജോയിൻസിന് ഒത്ത് പെയിൻ പെർസിസ്റ്റിംഗ് മോർ ദാൻ 6 weeks എന്നാണ് പറയുന്നത് സാധാരണ ടെക്സ്റ്റ് ബുക്കിൽ. പക്ഷേ ആരംഭത്തിൽ തന്നെ ഒരു 2-3 weeks ആയിട്ട് ഒരു ജോയിൻറ്റിനെ കണ്ടിന്യൂസ് ആയിട്ട് വേദന ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറിനെ കണ്ട് അത് ക്ലിയർ ചെയ്യുന്നത് നല്ലതായിരിക്കും. സർ, ഈ ആർത്രൈറ്റിസ് കംപ്ലീറ്റ് ക്യൂർ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഡിസീസാണോ? ഡിപ്പെൻഡ്സ് അപ്പോൺ നമ്മൾ ഏത് ആർത്രൈറ്റിസിനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ പോലെ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് വേർ ഓട്ടോഇമ്യൂൺ പ്രോസസ്സസ് ഇൻവോൾവ്, അത് വേഴ്സസ് ഈ തേയ്മാനം അല്ലെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന അസുഖം ഒരു വെയർ ആൻഡ് ടെയർ കൊണ്ടുള്ള പ്രശ്നമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനകത്ത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ എൻഡിൽ ലൈക്ക് നമ്മൾ സിവിയർ ആണെങ്കിൽ സർജറീസ് ഒക്കെയാണ് ചെയ്യുന്നത്, ചെയ്യാം. പക്ഷേ ഈ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോൾ ഓട്ടോഇമ്യൂൺ പ്രോസസ്സാണ്. അതിനകത്ത് നമ്മളുടെ ബ്ലഡിലെല്ലാം നീർക്കെട്ട് കൂടുതലുള്ളതാണ്. അങ്ങനത്തെ അസുഖങ്ങൾക്ക് നമ്മൾ നോർമലി ഒരു ആവറേജ് ഒരു 2 to 3 years ട്രീറ്റ്മെൻറ്റ് എന്തായാലും കൊടുക്കും. എയിം ഇസ് ടു ബ്രിങ് ഡൗൺ ദ ഇൻഫ്ലമേഷൻ ആസ് സൂൺ ആസ് പോസിബിൾ ആൻഡ് ആസ് മച്ച് ആസ് പോസിബിൾ. അത് കഴിഞ്ഞിട്ടാണ് ഇത് എത്ര നാൾ പോകും എന്ന് ഡിപ്പെൻഡ്സ്. ചിലവർക്ക് വന്നിട്ട് മേ ബി നമ്മൾ ഈ പറയുന്ന പോലെ ഹൗ ഏർലി യു ഷുഡ് കം ടു എ ഡോക്ടർ, ഏർലിയർ ദ ബെറ്റർ. അങ്ങനെ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് ആണെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ദർ ഇസ് എ ഗുഡ് ചാൻസ് ദാറ്റ് നമ്മളൊരു 2 to 3 years ഓഫ് കണ്ടിന്യൂസ് ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ വി മേ ബി ഏബിൾ ടു
റിമൂവ് ദ തെറപ്പി പതുക്കെ പതുക്കെ. ഇതെല്ലാം മെഡിക്കൽ സൂപ്പർവിഷനിലാണ്, അല്ലാതെ ഒരു പെട്ടെന്ന് എടുത്ത് നിർത്തുന്ന പരിപാടിയല്ല. നമ്മൾ ഗ്രാജുവലി വീൻ ഓഫ് ചെയ്ത് നോക്കും. ആൻഡ് അതിനകത്ത് ഒരു ഗുഡ് പെർസെൻറ്റേജ് ആൾക്കാർക്ക് അത് ഇത് ചെയ്യാം. പക്ഷേ ചില പേഷ്യൻസ് ഉണ്ട് ഓൾറെഡി ലേറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ലേറ്റ് ആയി കഴിയുമ്പോൾ അത്രയും തന്നെ അതിനൊരു ഡിഫിക്കൽട്ടി കാണും. അതിൻ്റെ റീസൺ ഒന്ന് ഇൻഫ്ലമേറ്ററി കാസ്കേഡ് ഒത്തിരി നാളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. സെക്കൻഡ്, ഇതിൻ്റെ കൂടെ സെക്കൻഡറി ഓസ്റ്റിയോ ആർത്രൈറ്റിസും കൂടെ സെറ്റ് ഇൻ ചെയ്ത് കഴിഞ്ഞു. 2 പ്രോബ്ലംസും കൂടെ ഉണ്ട്. ഈ നീർ അടിക്കുന്ന ജോയിൻസിൽ തന്നെ തേയ്മാനം കൂടെ സെറ്റ് ഇൻ ചെയ്ത് കഴിഞ്ഞു. ബിക്കോസ് ആ നീർക്കെട്ട് കൺട്രോൾഡ് ആയില്ല. അങ്ങനത്തെ പേഷ്യൻസിന് നമുക്ക് ഈ നീർക്കെട്ട് കുറയ്ക്കാനും കൂടുതൽ നാൾ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും. ട്രീറ്റ്മെൻറ്റ് അച്ചീവ് ചെയ്താൽ പോലും ചിലപ്പം ഈ തേയ്മാനത്തിൻ്റെ വേദന വിട്ടുമാറാതെ ഇരിക്കാം. പക്ഷേ അതിനകത്ത് ഗുഡ് പോയിന്റ് ഇസ് ഇൻഫ്ലമേഷൻ നമ്മൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കാര്യം. ഇൻഫ്ലമേഷൻ്റെ വേറൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ജോയിൻറ്റിൽ മാത്രമല്ല ഇതിൻ്റെ ബാധിപ്പ്, ഹാർട്ടിനെയും ബാധിക്കും. അപ്പോൾ ഈ ഓൺഗോയിങ് ഇൻഫ്ലമേഷൻ ഹാർട്ട് ഡിസീസിനും കൂടെ റിസ്ക് ഫാക്ടറാണ്. ഈ ഓൾ ഓട്ടോഇമ്യൂൺ ഡിസീസസ്. അതിൽ നമ്മളെ ഹാർട്ട് അറ്റാക്സും ഹാർട്ടിൻ്റെ പ്രോബ്ലംസും 4-5% കൂടുതലാണ്. അപ്പോൾ മാഡം കൂടുതലും ഓർഗൻസ് എന്ന് പറയുന്നത് ഹാർട്ടിനായിരിക്കും ഇത് കൂടുതൽ അല്ല, ഏത് ഓർഗൻസ് ഞാൻ ഈ പറഞ്ഞ പോലെ ഓരോ ടൈപ്സ് ഓഫ് ആർത്രൈറ്റിസ് അനുസരിച്ചിരിക്കും. ലൈക്ക് ഇപ്പോൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആണെങ്കിൽ ലങ് ഇൻവോൾവ്മെൻറ്റ് വരാം, കണ്ണിന് ഇൻവോൾവ്മെൻറ്റ് വരാം, അപ്പം ഹാർട്ടിന് ഇൻവോൾവ്മെൻറ്റും വരാം. SLE എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. അതിനകത്താണെങ്കിൽ കിഡ്നി ഇൻവോൾവ്മെൻറ്റ് വരാം, ബ്ലഡിൽ ഇൻവോൾവ്മെൻറ്റ് വരാം, സ്കിന്നിൽ ഇൻവോൾവ്മെൻറ്റ് വരാം. അപ്പം അങ്ങനത്തെ പല പ്ലേറ്റ്ലെറ്റ് താന്നുക അങ്ങനത്തെയൊക്കെ പ്രോബ്ലംസ് വരും. അപ്പോൾ ഇത് ഒരു അസുഖത്തിൻ്റെ ഡയഗ്നോസിസ് അനുസരിച്ചാണ് അതിൻ്റെ എക്സ്ട്രാ ആർട്ടിക്കുലർ മീൻസ് ജോയിൻ്റ് അല്ലാതെ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് വരാം. പിന്നെ ഷോഗ്രൻ സിൻഡ്രോം എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് ഗ്രന്ഥികളിലേക്കാണ് ബാധിക്കുന്നത്. അപ്പം ജോയിൻറ്റ് പെയിനും കാണും. അതർ സിംറ്റംസ് പേഷ്യൻ്റ് ഡ്രൈനെസ് ആയിരിക്കും, മൗത്ത് ഡ്രൈനെസ് ആയിരിക്കും, കണ്ണിൻ്റെ ഡ്രൈനെസ് ആയിരിക്കും, ഇത് കണ്ണുനീര് ശരിക്കും വരുന്നില്ല, ഉമിനീര് വരുന്നില്ല, അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ കാണും. അപ്പോൾ ഇതിനകത്ത് ഈ പറയുന്ന പോലെ കോംപ്ലിക്കേഷൻസ് ഹാർട്ട് ഡിസീസ് റിലേറ്റഡ് ടു ദിസും വരാം, ഈ ഇൻഫ്ലമേഷൻ അല്ല നീർക്കെട്ട് കുറയാത്ത കൊണ്ടുള്ള ഹാർട്ട് ഡിസീസും വരാം. പിന്നെ അതേപോലെ ഈ അസുഖം ഇങ്ങനെ കൺട്രോൾഡ് ആവാതിരുന്നു കഴിഞ്ഞാൽ ചില അസുഖങ്ങൾക്ക് ഈവൻ റിസ്ക് ഓഫ് മെലിഗ്നൻസി വരെ ഉണ്ട്, ഹയർ ചാൻസസ് ഓഫ് ഗെറ്റിംഗ് മെലിഗ്നൻസി. അപ്പോൾ അതുകൊണ്ട് ഇൻഫ്ലമേഷൻ കൺട്രോൾ ആവേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ. അപ്പോൾ ഈ മാലിഗ്നൻസി വന്നു കഴിഞ്ഞാൽ ഉള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അത് അപ്പം വരുമ്പോഴത്തേക്കും പ്രൈമറി ഡിസീസ് ഏതാണ് ജോയിൻറ്റ് ഡിസോർഡർ അതിനെയും ട്രീറ്റ് ചെയ്യേണ്ടി വരും, മെലിഗ്നൻസിയും ട്രീറ്റ് ചെയ്യേണ്ടി. അപ്പം നമ്മൾ അതിന് എത്തുന്ന മുമ്പേ ഗെറ്റ് യുവർ ട്രീറ്റ്മെൻറ്റ് ഏർലി. അതാണ്. ഓക്കെ. അപ്പം ഏർലി ഡയഗ്നോസിസ് എപ്പോഴും ഓൾവേസ് ബെസ്റ്റ്. ഓക്കെ സർ. പിന്നെ ഈ മോർണിംഗ് സ്വെല്ലിങ്, ഈ കാലിൽ രാവിലെ എണീക്കുമ്പോൾ ഒരു സ്വെല്ലിങ് വരും എന്നൊക്കെ പറയുന്നത്, അത് എന്തിൻ്റെ സിംറ്റമായിട്ട്? ഓക്കെ, മോർണിംഗ് സ്വെല്ലിംഗ് എന്ന് പറയുമ്പോൾ മോർണിംഗ് സ്റ്റിഫ്നെസ് ആണ്. ഓക്കെ, അതൊരു ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസിൻ്റെ വൺ ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക് തിങ് ഇസ് മോർണിംഗ് സ്റ്റിഫ്നെസ്. അപ്പോൾ മോർണിംഗ് സ്റ്റിഫ്നെസ് ഈ സ്മോൾ ജോയിൻസിന്, അതായത് ചെറിയ ജോയിൻസിന്, കൈവിരലുകൾക്ക് അല്ലെങ്കിൽ കാലിൻ്റെ വിരലുകൾക്ക് ഒരു സൈഡല്ല 2 സൈഡും ഒരുമിച്ച് വരുന്നത് പോലുള്ള അത് ക്ലാസിഫിക്കേഷൻ, അതായത് ഒരു റുമറ്റോയ്ഡ് ആർത്രൈറ്റിസോ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസിനുള്ള ഒരു ഡയഗ്നോസിസ് പോയിൻ്റ് തന്നെ മോർണിംഗ് സ്റ്റിഫ്നെസ് തന്നെയാണ്. അപ്പം അത് വന്ന് 2 സൈഡും ഒത്ത് ചെറിയ ജോയിൻസിന് വരുമ്പം നമ്മൾ പോളിയാർത്രൽജിയ എന്ന് പറയും, ഇൻഫ്ലമേറ്ററി പോളിയാർത്രൽജിയ. പിന്നെ വലിയ ജോയിൻസിന് വരുന്നു, അപ്പം 5 ജോയിൻസിന് താഴെയൊക്കെ ആണെങ്കിൽ ഒളിഗോ ആർട്ടിക്കുലർ, ചെറിയ വലിയ ജോയിൻസ്. ഇതെല്ലാം ഒരു ജോയിൻറ്റ് സ്റ്റിഫ്നെസ് വരുന്നത്, മോർണിംഗ് സ്റ്റിഫ്നെസ് വരുന്നത് ഈ ജോയിൻറ്റ് ഇൻഫ്ലമേഷൻ കാരണം നീർക്കെട്ടുണ്ടാകുമ്പം നമുക്ക് ജോയിൻസ് മടക്കാനൊക്കെ പ്രയാസമായിരിക്കും. പക്ഷേ അതൊന്ന് മൊബിലൈസ് ചെയ്ത് കഴിയുമ്പോൾ ഗ്രാജ്വലി ശരീരം ഒന്ന് ചൂടായി വരുമ്പോൾ പതുക്കെ ഈ നീരൊക്കെ ഒന്ന് ഡിസ്പ്ലേസ് ആകുമ്പം ഗ്രാജ്വലി ഈ ഫ്ലെക്സിബിലിറ്റി അങ്ങ് കൂടും. അതുകൊണ്ടാണ് കിടന്നിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പം ജോയിൻസ് ഒന്നും അനങ്ങാതെ ഇരിക്കുമ്പോൾ ആ സ്റ്റിഫ്നെസ് നമ്മൾ ഫീൽ ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള തീർച്ചയായിട്ടും ഒരു റുമറ്റോളജിസ്റ്റിനെ കാണേണ്ടത് വളരെ അത്യാവശ്യമാണ്. സർ, പിന്നെ ഹോസ്പിറ്റൽസിൽ വരുമ്പം എല്ലാവർക്കും ബ്ലഡ് ടെസ്റ്റിലൂടെ നമുക്ക് പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ റുമറ്റോളജി ആർത്രൈറ്റിസ് ആണ് എന്നുള്ളത്? ബ്ലഡ് ടെസ്റ്റിൽ കുറേ ടൈപ്സ് ഓഫ് ആർത്രൈറ്റിസ്. ഇതിനകത്ത് എല്ലാ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസിൻ്റെ ക്യാച്ച് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലഡ് ടെസ്റ്റും ഡയഗ്നോസ്റ്റിക് അല്ല. ഡയഗ്നോസ്റ്റിക് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ ഇന്നത് അസുഖം. ഒരു കോമൺ മിത്തുണ്ട്, റുമറ്റോയിഡ് ഫാക്ടർ പോയി ടെസ്റ്റ് ചെയ്യുക, അത് പോസിറ്റീവ് ആണെങ്കിൽ ആൾക്കാർക്കൊരു ധാരണയുണ്ട് അത് റുമറ്റോയിഡ് ആർത്രൈറ്റിസാണ്.
അങ്ങനെ അല്ല അത് ആക്ച്വലി. അപ്പം റുമറ്റോളജിയിൽ കുറേ ടെസ്റ്റുകൾ അവൈലബിൾ ആണ്, നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ. അത് നമ്മൾ എയ്ഡ് ചെയ്യും, ഹെൽപ്പ് ചെയ്യാൻ ഡയഗ്നോസിസിന്. പക്ഷേ ഡയഗ്നോസിസ് ഇസ് നെവർ ബേസ്ഡ് ഓൺ ജസ്റ്റ് ദി ആൻറ്റിബോഡി അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ബ്ലഡ് ടെസ്റ്റ്. അപ്പോൾ ഇതിന് ക്ലിനിക്കൽ എക്സാമിനേഷൻ ഉണ്ട്, സിംറ്റം കോംപ്ലെക്സ് ഉണ്ട്, എത്ര ഓർഗൻസ് ഇൻവോൾവ് ആണെന്നുണ്ട്. അതിൻ്റെ ബേസിസ് വിത്ത് കറസ്പോണ്ടിങ് ബ്ലഡ് ടെസ്റ്റ് ആണ് ഫൈനൽ ഡയഗ്നോസിസ് ഉണ്ടാക്കാൻ പറ്റുന്നത്. സോ ഈ പറയുന്ന ബ്ലഡ് ടെസ്റ്റ് കൂടെ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് നോ സിമ്പിൾ സ്ട്രേറ്റ് ഫോർവേഡ് ആൻസർ സെയിങ് യെസ്, ബിക്കോസ് ചില ടെസ്റ്റുകൾ കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ, പല പ്രാവശ്യം പേഷ്യൻസ് വന്നിട്ട് പറയും റുമറ്റോയിഡ് ഫാക്ടർ പോസിറ്റീവ് ആണെന്ന് പറയും, പക്ഷേ പ്രിഡോമിനൻറ്റ് സിംറ്റംസ് അവർക്ക് ബാക്ക് ഏക്ക് ആയിരിക്കും. സോ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് വിൽ നെവർ കം വിത്ത് എ ബാക്ക് ഏക്ക്. അപ്പോൾ അതുമായിട്ടുള്ള ബന്ധമില്ലാത്ത ഒരു സിംറ്റമാണ്. വി ഹാവ് ടു ലുക്ക് ഫോർ സം അതർ കോസസ് ഓഫ് ദിസ് ജോയിൻറ്റ് പെയിൻ. ഇതിന് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അതേപോലെ പല പല എക്സാമ്പിൾസ് ഉണ്ട്. അപ്പം ഈ ഒരു ബ്ലഡ് ടെസ്റ്റ് കൂടി നമുക്ക് 100% കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇറ്റ് നീഡ്സ് എ കെയർഫുൾ അസസ്മെൻറ്റ്. അതാണ്